ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് കളർ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളർ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ അതിന്ന് ഞാൻ ഒരു 11 സെൻറ്റിമീറ്റർ സൈസിലുള്ള സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ലീഫുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ലീഫും ഒരുമിച്ചാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഇതുപോലെ വെച്ചിട്ട് ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ സിഗ്സാഗ് രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 2 ലീഫും ഒരുമിച്ച് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ. ഒരു 3-4 ലീഫൊക്കെ ഒരുമിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റേ ലീഫും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 ലീഫും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ ലീഫ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി റെഡ് കളർ പേപ്പറാണ് വേണ്ടത്. എന്നിട്ട് അതിൽ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്റർക്ക് ഇതുപോലെയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഇനി അത് നമ്മൾ ആ വരച്ചിട്ടുള്ള ലൈനിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വില്ലിംഗ് ടൂൾ വെച്ചിട്ടും റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. റോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ശരിക്കും ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സിനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ആ കാർഡ്ബോർഡിൽ റെഡ് കളർ പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കളർ പേപ്പർ ഒട്ടിക്കണം നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഒട്ടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഇതുപോലത്തെ ചെയ്യുമ്പോൾ നിങ്ങൾ ലിക്വിഡ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഗ്ലൂ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് നമ്മളെ വർക്ക് കാണാനൊരു നീറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലീവ്സ് എല്ലാം ഞാൻ ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ലീവ്സ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ഫ്ലവേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ചിട്ട് കളർ പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റുന്നവർക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡോ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ വൈകുന്നേരം 5:30ക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.